प्यारे दोस्तों आदाब, कैसे हैं दोस्तों? ठीक है, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമായിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബച്ചോ, നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലെ റഹം വ ഇൻസാഫ് എന്ന പാഠഭാഗത്തിൻ്റെ ലിങ്ക് വിട്ടു തന്നിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ പാഠഭാഗം വളരെ ഫ്ലുവൻ്റായി अच्छी तरह പഠിനെ കെ ലിയേ താക്കത്ത് മിൽനാ ചാഹിയേ, നന്നായി പഠിക്കാൻ, നന്നായി വായിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു പാഠഭാഗ വായനയുടെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ അക്ഷരങ്ങൾ നോക്കണം. വെറുതെ കേട്ടിട്ട് കാര്യമില്ല, അക്ഷരങ്ങൾ തന്നെ നോക്കി നിങ്ങൾ വായിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വിരൽ വെച്ചുകൊണ്ട് വായിക്കണം. ठीक है, അപ്പോൾ നമുക്ക് പാഠഭാഗ വായനയിലേക്ക് പ്രവേശിക്കാം. പ്യാരെ ബച്ചോ, നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ റഹം ഇൻസാഫ് എന്ന ഈ പാഠഭാഗത്തിൻ്റെ നരേഷൻ ആദ്യമൊന്ന് വായിക്കാം. शाम को शालिनी अपनी सहेलियों के साथ घर वापस आई. വൈകുന്നേരം ശാലിനി തൻ്റെ കൂട്ടുകാരികളുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വോ ബഹുത് ഖുഷി ഥി, അവൾ വളരെ സന്തോഷവതിയായിരുന്നു. സ്കൂൾ മേ ഓണം ക പ്രോഗ്രാം കൈസാ ഥാ ബേട്ടി, സ്കൂളിലെ ഓണത്തിൻ്റെ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു മോളെ? ക്യാ കഹൂം അബ്ബൂ, ബാപ്പ് അച്ഛാ എന്ത് പറയാനാ, സാര പ്രോഗ്രാം അച്ഛാ ഥാ, എല്ലാ പ്രോഗ്രാമുകളും സൂപ്പറായിരുന്നു. ടീച്ചർ ने हमें महाबली के बारे में भी बहुत कुछ बताया. ടീച്ചർ ഞങ്ങൾക്ക് മഹാബലിയെ ബാരേമേ വളരെയധികം പറഞ്ഞു തന്നു. ഹാ ठीक है बेटी, ആ ശരിയാണ് മോളെ. हमारे देश में ऐसे कई रहमदिल और इंसाफ पसंद राजा गुजर रहे हैं. നമ്മുടെ രാജ്യത്ത് ഐസ ഇതുപോലുള്ള കൈ റഹംദിൽ ഒരുപാട് കാരുണ്യ മനസ്സിൻ്റെ ഉടമകൾ, അവർ ഇൻസാഫ് പസന്ത് വളരെ നീതിമാന്മാരായ രാജാക്കന്മാർ ഗുസരേ ഹേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഐസേ ഹി ഏക് രാജാ കി കഹാനി, അതുപോലുള്ള ഒരു രാജാവിൻ്റെ കഥ മേ സുനാത്താ ഹൂം, ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരാം. ചായ പീത്തെ പീത്തെ അബ്ബാജാൻ നെ കഹാ, ചായ കുടിച്ച് ബാപ്പ അച്ഛൻ പറഞ്ഞു. റഹം വ ഇൻസാഫ്, റഹം എന്ന് പറഞ്ഞാൽ കാരുണ്യം, ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി, കരുണയും നീതിയും. അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്, കരുണയും നീതിയും. നോക്കൂ, बहुत साल पहले की बात है, हिंदुस्तान में शिबी नाम का एक राजा था. वो बड़ा इंसाफ पसंद और रहमदिल इंसान था. हर रोज़ तरह तरह की शिकायतें लेकर गाँवों के लोग उसके पास आया करते थे. उसके फैसला सुनकर लोग खुशी खुशी वापस जाते थे. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഷിബി എന്ന പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വലിയ നീതി ഇഷ്ടപ്പെടുന്ന, ഇൻസാഫ് പസന്ത് നീതി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അവർ റഹംദിൽ ഇൻസാൻ ഥാ, അത് കരുണാമയനായ മനസ്സിൻ്റെ ഉടമയുമായിരുന്നു അയാൾ. ഹർ റോസ്, എല്ലാ ദിവസവും, ദിവസം, തരതരയ്ക്ക് ശിക്കായത്തെ, വ്യത്യസ്തമായ ശിക്കായത്ത് പരാതികൾ, ലേഖർ കൊണ്ട്, ഗാവും കെ ലോഗ്, ഗ്രാമീണവാസികൾ, ഉസ്കെ പാസ് ആയാ കർത്തേതേ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. ഉസ്കെ ഫൈസല സുൻകർ ലോഗ് ഖുഷി വാപ്പസ് ജാത്തേതേ, ഈ ഷിബി രാജാവിൻ്റെ തീരുമാനങ്ങളൊക്കെ കേട്ട് ആളുകൾ ഖുഷി സന്തോഷത്തോടെ വാപ്പസ് ജാത്തേതേ,
വീട്ടിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിക്കാം. एक दिन राजा शिबी अपने वज़ीरों के साथ दरबार में बैठा हुआ था. अचानक उड़ते उड़ते एक कबूतर उसके पास आया. कबूतर को पकड़ने के लिए एक बड़ा बांस भी उसका पीछा करता हुआ आया. एक दिन ഒരു ദിവസം രാജാ ഷിബി अपने वज़ीरों के साथ മന്ത്രിമാർ വസീർ अपने वज़ीरों के साथ തൻ്റെ മന്ത്രിമാരുടെ കൂടെ ദർബാർ മേ ബൈഠാ ഹുവാ ഥാ ദർബാറിൽ ഇരിക്കുകയായിരുന്നു. അചാനക്ക് പെട്ടെന്ന് ഉടുത്തേ ഉടുത്തേ പറന്ന് പറന്ന് ഏക്ക് കബൂത്തർ കബൂത്തർ പ്രാവ് ഉസ്കെ പാസായ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. കബൂത്തർ കോ പക്കടനെ കെ ലിയെ കബൂത്തറിനെ പിടിക്കാൻ പക്കടന പിടിക്കുക. ഏക്ക് ബാസ് ഏക്ക് ബഡാ ബാസ് ഒരു വലിയ പരുന്ത് ഉസ്ക പീച്ച കർത്താ ഹുവായ അതിൻ്റെ പിന്നാലെയായിട്ട് വന്നു. ഓക്കെ, ബാക്കി നോക്കൂ. ഹുസൂർ മേരി ജാൻ ബച്ചായിയെ മുझे इस जालिम बास से बचाइए. कबूतर रोते हुए राजा से कहने लगा. नहीं, उसको मेरे हवाले कीजिए. मुझे भूख लगी है. ये मेरा शिकार है. उसको बचाने का आपको क्या हक है? बाज कहने लगा. हुजूर അങ്ങുന്നേ രാജാവേ, മേരി ജാൻ ബച്ചായിയെ എൻ്റെ ജീവൻ രക്ഷിക്കൂ. പ്രാവ് പറയാട്ടോ. മുझे इस जालिम बाज से बचाइए. എന്നെ ഈ അക്രമിയായ പരുന്തിൽ നിന്ന് രക്ഷിക്കൂ. കബൂത്തർ രോത്തെ ഹുയെ രാജാസെ കഹനെ ലഗ. കബൂത്തർ കരഞ്ഞുകൊണ്ട്, രോന കരയുക, രോത്തെ ഹുയെ കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. നെഹി, അപ്പോൾ പരുന്ത് പറയാണ്, നെഹി അല്ല, ഉസ്കോ മേരെ ഹവാലെ കീജിയെ ഇവനെ എൻ്റെ അടുക്കൽ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. മുझे ഭൂക്ക് ലഗി ഹേ എനിക്ക് വിശക്കുന്നു. യേ മേരാ ശിക്കാർ ഹേ ഇവൻ എൻ്റെ ഇരയാണ്. ഉസ്കോ ബച്ചാനെ കാ ആപ്കോ ക്യാ ഹക്ക് ഹേ എനിക്ക് തിന്നാൻ വേണ്ടി ദൈവമുണ്ടാക്കി തന്ന എൻ്റെ ഇരയെ രക്ഷിക്കാൻ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത്? ബാസ് കഹനെ ലഗ പരുന്ത് പറഞ്ഞു. कबूतर और बाज की बातें सुनकर राजा और सारे दरबारियों को ताज्जुब हुआ. थोड़ी देर के बाद राजा ने मुस्कुराकर बाज से कहा, ठीक है, ये कबूतर बेशक तुम्हारा शिकार है, मगर उसकी जान बचाना भी मेरा फ़र्ज़ है. नहीं महाराज, मैं भी आपकी प्रजा में से हूँ. मेरी भूख मिटाना भी आपका फ़र्ज़ है. बाज ने ज़ोर से कहा. കബൂത്തർ അവർ ബാസ് കി ബാത്തേം സുൻകർ കബൂത്തറിൻ്റെയും പരുന്തിൻ്റെയും ബാത്തേം വർത്തമാനം സുൻകർ കേട്ടിട്ട് രാജാ അവർ സാരെ ദർബാറിയും രാജാവും അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രജകളും അവർക്ക് തഅജ്ജുബ് ഹുവ അത്ഭുതപ്പെട്ടു പോയി. തോടി ദേർ കെ ബാദ് കുറച്ച് സമയത്തിന് ശേഷം രാജാനെ മുസ്കുരാക്കർ ബാസ് സെ കഹ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പരുന്തിനോട് പറഞ്ഞു. ടീക് ഹേ ശരി, യേ കബൂത്തർ ബേശക്ക് തുമാരാ ഷിക്കാർ ഹേ ശരിയാണ്, ഈ കബൂത്തർ ഒരു സംശയവുമില്ല നിൻ്റെ ഇരയാണ്. മഗർ ഉസ്കി ജാൻ ബച്ചാന പക്ഷേ അവൻ്റെ ജീവൻ രക്ഷിക്കൽ ഭി മേര ഫറസ് അതെൻ്റെ കടമയാണ്. നെഹി മഹാരാജ് പറ്റില്ല രാജാവേ. മേം ഭി ആപ്കി പ്രജാമേം സെ ഹൂം ഞാനും താങ്കളുടെ പ്രജ തന്നെയാണല്ലോ. മേരി ഭൂക്ക് മിഠാന ഭി ആപ്കാ ഫറസ് ഹെ എൻ്റെ വിശപ്പ്, ഭൂക്ക് വിശപ്പ്, മിഠാനാർണ ഇല്ലാതാക്കുക, എൻ്റെ വിശപ്പ് ഇല്ലാതാക്കലും ആപ്കാ ഫറസ് ഹെ താങ്കളുടെ ബാധ്യതയാണ്. ബാസിനെ ജോർ സെ കഹ പരുന്ത് ഉറക്കെ പറഞ്ഞു. യേ സുൻകർ രാജാ ഷിബി നെ കഹ ഇത് കേട്ടപ്പോൾ രാജാ ഷിബി പറഞ്ഞു. ഇസ് കബൂത്തർ കെ ബദലെ തും മേരി ജാൻ ലേ ലോ അവർ തുമാരി ഭൂക്ക് മിട്ടാലോ. ഈ പരുന്തിന് പകരമായിക്കൊണ്ട്, ഈ കബൂത്തറിന് പകരമായിക്കൊണ്ട്, ഈ പ്രാവിന് പകരമായിക്കൊണ്ട് തും നീ മേരി ജാൻ എൻ്റെ ജീവൻ
ലേലോ എടുത്തോളൂ, അവർ തുമാരി ഭൂഖ് മിഠാലോ, നിന്റെ വിശപ്പ് മാറ്റിക്കോളൂ. राजा का फैसला सुनकर दोनों बहुत खुश हुए. अचानक कबूतर और बाज राजा के सामने अपने असली रूप में आ गए. वो दोनों इंद्र और अग्निदेव बनकर राजा को मुबारकबाद दिए कर वहाँ से चले गए. രാജാ കാ ഫൈസല സുൻകർ, രാജാവിൻ്റെ തീരുമാനം കേട്ടപ്പോൾ ദോനോ ബഹുത് ഖുശുയെ, രണ്ടു പേർക്കും സന്തോഷമായി. അചാനക്, പെട്ടെന്ന്, കബൂത്തർ ഔർ ബാസ്, പ്രാവും പരുന്തും, രാജാ കെ സാമനെ, രാജാവിൻ്റെ അടുക്കൽ, അപ്നെ അസ്ലി രൂപമേ ആകെ, തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വന്നു. വോ ദോനോ, അവർ രണ്ടുപേരും, ഇന്ദ്ര ഔർ അഗ്നിദേവ്, ഇന്ദ്രദേവനും അഗ്നിദേവനും ആയിട്ടാണ് രാജാവ് ആയിട്ട് രാജാക്കോ മുബാറക് ബാദ് ദിയെ, അതായത് ഇന്ദ്രദേവനും അഗ്നിദേവനും ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വന്നതാണ് എന്നാണ് കഥ. ഇതൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അങ്ങനെ രാജാവിന് മുബാറക് ബാദ് ദേക്കർ, രാജാവിന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട്, മുബാറക് ബാദ് ദേന, ആശംസ നൽകിക്കൊണ്ട് വഹാംസെ ചലേഗയെ, അവിടെ നിന്ന് പോയി. ഇതാണ് നമ്മുടെ പാഠഭാഗം വായിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വായിക്കണം, ഇതിൻ്റെ അർത്ഥവും പഠിക്കാം. ഓക്കെ ബച്ചോ, പാഠഭാഗ വായന നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ അതുപോലെ വായിച്ച് അതിൻ്റെ ഒരു ആദ്യ പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് വിടാൻ പറ്റില്ലേ? മക്കളെ, ഒന്നാമത്തെ വർക്ക് നമുക്കൊന്ന് നോക്കിയാലോ. പാഠഭാഗ വായന നിങ്ങൾ കേട്ടു. ഷിബി രാജാവിൻ്റെ കഥ, ഈ ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി, ആ നീതിയുടെ കഥ നിങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നീതിയുള്ളവരാവുക, ജീവിതത്തിൽ നീതി പാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക. ടീക്കേ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിലെ ഒന്നാമത്തെ പഠന പ്രവർത്തനം ഒന്ന് നോക്കാം. ബച്ചോ, കഹാനി റഹം വ ഇൻസാഫ് കെ ലിയെ ഏക് और മുനാസിബ് ഉൻവാൻ തജ്വീസ് കീജിയെ. ഈ കഥാഭാഗത്തിന് അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിന് പറ്റിയ യോജിച്ച ഒരു പേര് നിങ്ങൾ നൽകണം. അത് ഒരു നല്ല ഹെഡിങ്, ഇവിടെ റഹം വ ഇൻസാഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് നല്ല ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് കൊടുക്കുക. രണ്ടാമത്തെ പഠന പ്രവർത്തനം നോക്കൂ. കഹാനി ഗൗർ സെ പഠിയെ നീച്ചെ ദിയേ ഗിയെ ജുംലോ കിസ്കെ ഹേ. ഈ കഥ നിങ്ങൾ നന്നായി വായിക്കണം. പുസ്തകം വായിച്ചാലേ ഇത് കിട്ടൂ, ഈ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ പുസ്തകം നന്നായി വായിക്കുക. എന്നിട്ട് ഈ പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. എന്താണ് ഒന്നാമത്തെ വരിയിൽ? ഹുസൂർ മേരി ജാൻ ബച്ചായിയേ. ഹുസൂർ, ബഹുമാനപ്പെട്ടവരെ, അങ്ങുന്നേ എൻ്റെ ജീവൻ രക്ഷിച്ചാലും. മേരി ഭൂക്ക് മിട്ടാനെ ഭി ആപ്കാ ഫറസ് ഹേ. എൻ്റെ വിശപ്പ് മാറ്റലും താങ്കളുടെ മേൽ നിർബന്ധമാണ്. ഉസ്കി ജാൻ ബച്ചാന ഭി മേരാ ഫറസ് ഹേ. അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തലും എൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇതൊക്കെ ആരാണ് പറഞ്ഞത് എന്ന് ആ ഡോട്ട് ഇട്ട ഭാഗത്ത് നിങ്ങൾ എഴുതുക. ടീക്കേ, മൂന്നാമത്തെ വർക്ക് നോക്കൂ. ശാലിനീനെ ഓണം പ്രോഗ്രാം കി ഏക് തസ്വീർ ഫേസ്ബുക്ക് മേ ഡാൽ ദി. ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ശാലിനി ഒരു ഫേസ്ബുക്കിൽ ഒരു ഓണത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഒരു ഓണത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പോസ്റ്റാണ് ശാലിനി ഇട്ടിട്ടുള്ളത്. ബഹുത്ത് സെ ബച്ചോനെ ഉസ് പർ കമാൻഡ് കിയ. കുറേ കുട്ടികൾ അതിൽ പോയിട്ട് ഫേസ്ബുക്കിൽ കമാൻഡൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കമാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ കുറേ ആളുകൾ ശാലിനി ഇട്ട ഈ ഒരു ഓണം പ്രോഗ്രാമിൻ്റെ ഫേസ്ബുക്കിലെ അവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്പ് ബി ഏക്ക് കമൻറ്റ് കീജിയെ. ശാലിനി ഇട്ടിട്ടുള്ള ഈ ഓണം പ്രോഗ്രാം, ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ നിങ്ങളുടെ ഈ ചിത്രത്തിൽ കാണുന്ന ശാലിനിയുടെ ഈ കമാൻഡിന് നിങ്ങളും കൊടുക്കുന്ന ഒരു കമാൻഡ് എന്തായിരിക്കും എന്ന് ഉറുദുവിൽ കമാൻഡ് ചെയ്യുക. ടീക്കേ, ഓക്കെ. നാലാമത്തെ വർക്കൊന്ന് നോക്കിയാലോ. നോക്കൂ, അവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചിത്രകഥയാണ്. ബച്ചോ, ശാലിനി ने एक कहानी लिखने की कोशिश की है.
ശാലിനി ഒരു കഥ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീച്ചെ ദിയേ ഗയേ തസാവീർ ഔർ ഇഷാറോं की मदद से कहानी को आगे बढ़ाइए. താഴെ തന്നിട്ടുള്ള ഈ സൂചനകളും ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊരു കഥ എഴുതാൻ പറ്റുമോ? അവർ മുനാസിബ് ഉൻവാൻ ബി തജ്വീസ് കീജിയെ. അത് കഥ എഴുതുക മാത്രമല്ല, അതിന് നല്ല ഒരു ഹെഡിങ് കൂടി നിങ്ങൾ കൊടുക്കണം. ടീക്കേ, നോക്കൂ, നിങ്ങൾ അവിടെ ഒരു ചിത്രം വന്നിട്ടുണ്ട്. ആ ചിത്രം എന്തൊക്കെയാണ്? ഒരു വേടൻ അവിടെ വല വിരിച്ചിട്ടുണ്ട്. ആ വലയിൽ അടുത്തത് ആ വലയിൽ കുറേ പ്രാവുകൾ കുടുങ്ങുന്നു. പിന്നെ ഒരു മൂഷികൻ, ചൂഹ എലി വന്നുകൊണ്ട് ആ വല കടിച്ചു മുറിക്കുന്നു. പ്രാവുകളൊക്കെ പാറിപ്പോകുന്നു അല്ലേ? ഇതാണ് ചിത്രം. ഇനി അതിൻ്റെ സൂചനകൾ നോക്കൂ. ബ്രാക്കറ്റിലുള്ളത് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ജാൽ ഭേങ്ന എന്ന് പറഞ്ഞാൽ വല വിരിക്കുക. ദാനാജുഗ്ന എന്ന് പറഞ്ഞാൽ ധാന്യം വിതറുക. ചൂഹ എലി, ആപ്പസ്മേ പരസ്പരം, കാട്ടിന കടിച്ചു മുറിക്കുക, ജാൻ ബച്ചാന ജീവൻ രക്ഷിക്കുക. ഇത്രയും സഹായം ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നോക്ക്, കഥ തുടങ്ങി തന്നിട്ടുണ്ട്, അതും നിങ്ങൾക്കുണ്ട്. ഏക് ദിൻ ഏക് ശിക്കാരിയായ, ഒരു ദിവസം ഒരു വേട്ടക്കാരൻ വന്നു. ചിടിയോങ്കോ പക്കടനെ കേലിയെ, പക്ഷി പിടുത്തക്കാരനാണ് അയാൾ, പക്ഷികളെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അയാളുടെ ജാൽ ഭേങ്ക, അപ്പനെ ജാൽ ഭേങ്ക, അദ്ദേഹത്തിൻ്റെ വല വിരിച്ചു. ജാൽ ഭേങ്കിന വല വിരിക്കുക, അല്ലെങ്കിൽ ജാൽ ലഗാന വല അവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ബച്ചോ ആപ്നെ രാജാവോ കി കഹാനി. അപ്പോൾ അടുത്ത വർക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഗം നിങ്ങൾ ബാക്കി പൂർത്തീകരിക്കുക. ഓക്കെ, അടുത്ത പഠന പ്രവർത്തനം നോക്കൂ. ബച്ചോ ആപ്നെ രാജാവോ കി കഹാനി ബഹ്ത്സി കഹാനിയാ സുനി ഹോങ്കി. നിങ്ങൾ രാജാക്കന്മാരുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇസ് തരഹി കഹാനിയാ ജമാ കീജിയെ അവർ കഹാനി ക്ലാസ് മേ പേഷ് കീജിയെ. നിങ്ങൾ ഇതേപോലത്തെ കഥകളൊക്കെ ഒരുമിച്ച് ചേർത്ത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ടീക്കേ, നിങ്ങളത് എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഓക്കെ, നമുക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ആ കഥ നമുക്ക് അവതരിപ്പിക്കണം. ടീക്കേ बच्चों, आज का हमारा क्लास ये हम ख़त्म करते हैं. ओके, खुदा हाफिज़, शुक्रिया, बाय बाय.